വിപണിയിൽ ചെറിയൊരു ഇടിവ് കണ്ടാലുടൻ പലരും ആദ്യം ചിന്തിക്കുന്നത് SIP നിർത്തുന്നതിനെ കുറിച്ചാണ്. SIP നിർത്തൽ അനുപാതം മാർച്ചിൽ 100% ഉയർന്നത് ഈ സൂചനയാണ് നൽകുന്നത്. ഫെബ്രുവരിയിൽ അനുപാതം 76%. എന്നാൽ വെപ്രാളം കാണിച്ച് നിക്ഷേപം നിർത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഈ 5 കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഒന്നാമതായി, വിപണി താഴേക്ക് പോകുമ്പോഴാണ് SIP-യിലൂടെ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കുന്നത്. ഇതിനെയാണ് റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് വിപണി ഇടിയുന്നത് നിക്ഷേപം നിർത്താനുള്ള സമയമല്ല, മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിൽ നേട്ടമുണ്ടാക്കാനുള്ള അവസരമാണ്. 2, നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം പൂർത്തിയായെങ്കിൽ മാത്രം SIP നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുക. ഉദാഹരണത്തിന്, വീട് പണിയാനോ കുട്ടികളുടെ പഠനത്തിനായോ ആണ് നിങ്ങൾ നിക്ഷേപം തുടങ്ങിയതെങ്കിൽ ആ ലക്ഷ്യത്തിന് ആവശ്യമായ തുക സമാഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി നിക്ഷേപം പിൻവലിക്കാം. 3, നിങ്ങളുടെ ഫണ്ട് തുടർച്ചയായി മോശം പ്രകടനമാണോ കാഴ്ചവെക്കുന്നതെന്ന് പരിശോധിക്കുക. വിപണി മൊത്തത്തിൽ ഉയരുമ്പോഴും നിങ്ങളുടെ ഫണ്ട് മാത്രം താഴെയാണെങ്കിൽ അത് മറ്റ് മികച്ച ഫണ്ടുകളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. എന്നാൽ വെറും 6 മാസമോ 1 വർഷമോ കൊണ്ട് മാത്രം ഒരു ഫണ്ടിനെ വിലയിരുത്തരുത്. 4, നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യങ്ങളിലോ റിസ്ക് എടുക്കാനുള്ള ശേഷിയിലോ മാറ്റം വന്നോ? പ്രായമാകുമ്പോഴോ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോഴോ കൂടുതൽ സുരക്ഷിതമായ നിക്ഷേപങ്ങളിലേക്ക് മാറാനായി പഴയ SIP-കൾ നിർത്തുന്നത് യുക്തിസഹമാണ്. അവസാനമായി ഒരു കാര്യം കൂടിയുണ്ട്: ടാക്സും എക്സിറ്റ് ലോഡും. 1 വർഷത്തിന് മുമ്പ് നിക്ഷേപം പിൻവലിക്കുകയാണെങ്കിൽ എക്സിറ്റ് ലോഡും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും നൽകേണ്ടി വരും. ഇത് നിങ്ങളുടെ ലാഭത്തെ കുറയ്ക്കും. അതിനാൽ ഇത്തരം അധിക ചെലവുകൾ കൂടി കണക്കിലെടുക്കുക. അപ്പോൾ ഓർക്കുക, വൈകാരികമായ തീരുമാനങ്ങളല്ല, വ്യക്തമായ പ്ലാനിംഗ് ആണ് നിക്ഷേപത്തിൽ ആവശ്യം. ഇത്തരം സാമ്പത്തിക അറിവുകൾക്കായി ധനം ഓൺലൈൻ ഫോളോ ചെയ്യൂ.